ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ, അതായത് ലാസ്റ്റ് ഫിസിക്സ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് എവിടം വരെ ആയിരുന്നു ഓർമ്മയുണ്ടോ? നമ്മൾ അവസാനം പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ കൂളംസ് ലോ ആയിരുന്നു പഠിച്ചു നിർത്തി, അല്ലേ? കൂളംസ് ലോ ആയിരുന്നു നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. കൂളംസ് ലോയിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്താണ് കൂളംസ് ലോ എന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു കൂളംസ് ലോ? ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ എഴുതുന്നില്ല. Q1 Q2 എന്ന രണ്ട് ചാർജസ്, Q1 Q2 എന്ന രണ്ട് ചാർജസ്, അവയ്ക്കിടയിലുള്ള സെപ്പറേഷൻ R ആണെങ്കിൽ ആ രണ്ട് ചാർജസിൻ്റെ ഇടയ്ക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to K Q1 Q2 by R square ആയിരിക്കും. വേർ K is called Coulomb's constant, where K is called Coulomb's constant. ഇതല്ലായിരുന്നോ നമ്മൾ കൂളംസ് ലോയ്ക്കകത്തിൽ കഴിഞ്ഞ ദിവസം അവസാനമായി പഠിച്ചു നിർത്തിയത്? അവിടെ നിന്നും നമ്മൾ കെയുടെ വില കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കെ അവിടെ കൂളംസ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്, അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. അവിടെ നിന്ന് കെയുടെ വില കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. കെ ഈസ് ഈക്വൽ ടു 9 × 10⁻⁹. കെയുടെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കെ ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ ആൾക്കാരെ ഇക്വേഷൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു F(r²) ഡിവൈഡഡ് ബൈ Q1 Q2 എന്ന് വരും. നോക്കിയേ, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, R²ൻ്റെ യൂണിറ്റ്, അതായത് മീറ്ററിൻ്റെ യൂണിറ്റ്, ആറിൻ്റെ യൂണിറ്റ് മീറ്റർ, അപ്പോൾ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ Q1ൻ്റെ യൂണിറ്റ് കുളമ്പ്, Q2ൻ്റെ യൂണിറ്റും കുളമ്പ്, അപ്പോൾ കുളമ്പ് ഇൻറ്റു കുളമ്പ്, കുളം സ്ക്വയർ. അപ്പോൾ കെയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ. ഈ യൂണിറ്റുകളെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം പഠിക്കാൻ. ഈ യൂണിറ്റുകളെല്ലാം വളരെ പ്രധാനം. എല്ലാ പാഠത്തിലെ എല്ലാ യൂണിറ്റുകളും ഒരു ക്വാണ്ടിറ്റിയുടെ, ഇപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ എന്നായിരുന്നു ഇവിടുത്തെ താണ്ട് ഈ യൂണിറ്റ്. അതേകൂട്ടുള്ള എല്ലാ യൂണിറ്റുകളും നിങ്ങൾ നല്ല രീതിയിൽ ഓർത്തിരിക്കണം. അങ്ങനെ ഓർത്തിരിക്കണമെന്ന് പറയാൻ കാരണം നമ്മുടെ ഹയർ സെക്കൻഡറി എക്സാമിന് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. വിച്ച് ക്വാണ്ടിറ്റി ഹാസ് ദ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളമ്പ് സ്ക്വയർ? ഏത് ക്വാണ്ടിറ്റിക്കാണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ എന്ന യൂണിറ്റ് ഉള്ളത്? അപ്പോൾ നമുക്ക് ഇപ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? കൂളംസ് ലോയ്ക്കകത്തിലെ കൂളംസ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ. ഈ 9 × 10⁻⁹ എന്ന് പറയുന്നത് അത് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് അല്ല. അതായത് ഈ കെ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ കെ എന്ന് പറയുന്ന ആള് മീഡിയത്തിൻ്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് കെ ഡിപ്പെൻഡ്സ് അപ്പോൺ മീഡിയം. അതായത് നമ്മളുടെ ചാർജ്, അതായത് Q1 Q2 എന്ന ചാർജ് എവിടാണോ ഇരിക്കുന്നത്, ഏത് മീഡിയത്തിലാണോ ഇരിക്കുന്നത്, ആ മീഡിയത്തിനനുസരിച്ച് കൊണ്ട് മാറിയിരിക്കും. ഉദാഹരണത്തിന് Q1 Q2 എന്ന് പറയുന്ന ചാർജ് എയറിലിരിക്കാം, ചിലപ്പോൾ അത് വെള്ളത്തിനടിയിലാകാം, ചിലപ്പോൾ ആ Q1 Q2 എന്ന ചാർജ് പെട്രോളിലായിരിക്കാം ഇരിക്കുന്നത്. അങ്ങനെ എവിടാണോ ആ ചാർജ് ഇരിക്കുന്നത് ആ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും കെയുടെ വാല്യൂ. ഈ 9 × 10⁻⁹ എന്ന് പറയുന്ന കെയുടെ വാല്യൂ ഫ്രീ സ്പേസ് അഥവാ വാക്വം. അപ്പോൾ ഫ്രീ സ്പേസ് അഥവാ വാക്വത്തിനകത്തിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് അഥവാ കൂളംസ് കോൺസ്റ്റന്റിന്റെ വിലയാണ് 9 × 10⁻⁹ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ട് ഈ ആൾക്കാരെ മാറി മാറി ഉപയോഗിക്കും. ഒന്ന് ഫ്രീ സ്പേസ്, 2 വാക്വം, 3 എയർ. കണ്ടേ, ഇവരെ 3 പേരെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് മാറി മാറി ഉപയോഗിക്കും. ഈ 3 പേരിൽ ആരെ പറഞ്ഞാലും ആ 3 പേർക്ക്, അതായത് ഈ 3 പേർക്കും ഉള്ള വില ദാണ്ട് ഇത് തന്നെയാണ്. ഈ കെയുടെ വില എന്ന് പറയുന്നത് 9 × 10⁻⁹ തന്നെയാണ്. അഥവാ ഫ്രീ സ്പേസ് എന്നോ വാക്വം എന്നോ എയർ എന്നോ, ഫ്രീ സ്പേസും വാക്വവും ഏകദേശം ഒന്ന് തന്നെയാണ്, രണ്ടും ഒരു കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരെ 3 പേരെ ഇങ്ങനെ മാറ്റി മാറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്, 3 ഒരാൾ തന്നെയാണെന്ന് അങ്ങ് കരുതുക. ഓക്കെ, അപ്പോൾ ഫ്രീ സ്പേസിലുള്ള കെയുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ വിലയാണ് K is equal to 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ. അപ്പോൾ മീഡിയത്തെ ഇത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? മീഡിയത്തിനെ ഇത് എങ്ങനെ, ഇപ്പോൾ കെ എന്ന് പറയുന്നത് എങ്ങനെ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊക്കത്തില്ല. ഏത് ഫാക്ടറാണ് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കെ എഴുതും. K is equal to 1/(r²)
4 pi 1/4 pi epsilon 0 എന്ന് കുറച്ച് കഴിയുമ്പോൾ എഴുതും. വേറെ epsilon 0 ഈസ് ദി permittivity of free space. അപ്പോൾ k is equal to 1/4 pi epsilon 0 എന്ന് നമ്മൾ എഴുതും. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പറയാം. ഇപ്പം നിങ്ങൾ അതൊന്ന് ഓർത്തിരിക്കുക. k 1/4 pi epsilon 0 എന്ന് വിളിക്കുമെന്നൊന്ന് ഓർത്തിരിക്കുക. ആ ഡിസ്കഷൻ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക F is equal to കുളംസ് ലോ എന്ന് പറയുന്നത് k q1 q2 by r സ്ക്വയർ ആണ്. k q1 q2 by r സ്ക്വയർ ആണ് കുളംസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആയിട്ടുള്ളൂ. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിനൊരു ഡയറക്ഷനും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്കെലാർ ഫോം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനെ വെക്ടർ ഫോമിലേക്ക് ആക്കണമെങ്കിൽ എന്ത് കുളംസ് ലോയെ വെക്ടർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ കുളംസ് ലോയെ വെക്ടർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പോവാം. നോക്കിക്കോ, vector form of Coulomb's law. Vector form of Coulomb's law. അപ്പോൾ വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ നമുക്ക് ധാരാളം രീതികളിൽ ചെയ്യാം. കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്നത് ഒരു ജനറൽ മെത്തേഡാണ്. അതായത് നിങ്ങൾക്ക് ഏത് ലോയുടെ വെക്ടർ ഫോം എഴുതാൻ പറഞ്ഞാലും ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ജനറൽ മെത്തേഡായിരിക്കും. വളരെ എളുപ്പമുള്ള രീതിയിലായിരിക്കും ഞാൻ അത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ആ ഒരു മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്താൽ മതി. ഈ ഒരു മെത്തേഡിന് ആദ്യം നമുക്ക് കോർഡിനേറ്റ് ആക്സിസിൻ്റെ സഹായം വേണം. അതായത് നമ്മുടെ XY ആക്സിസ്. ഓക്കെ, ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്. വെക്ടർ ഫോം ഓഫ് കുളംസ് ലോയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്. നോക്കിക്കേ, എൻ്റെ Q1 എന്ന ചാർജ് ദാണ്ട് ഇവിടെ ഇരിക്കുവാണെന്ന് കരുതുക. എൻ്റെ Q1 എന്ന ചാർജ് ദാണ്ട് ഇവിടെ ആയിട്ട് ഇരിക്കുവാണെന്ന് കരുതുക. ഇതാണ് എൻ്റെ Q1 എന്ന ചാർജിൻ്റെ പൊസിഷൻ. അപ്പോൾ എൻ്റെ Q1 എന്ന ചാർജാണിത്. Q1 എന്ന ചാർജിൻ്റെ പൊസിഷൻ വെക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കിക്കേ, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് പൊസിഷൻ വെക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു പോയിന്റ് ആണെങ്കിൽ, ഇത് ഏതെങ്കിലും ഒരു പോയിന്റ് ആയിക്കോട്ടെ, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിക്കോട്ടെ, എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ വെക്ടറിനെയാണ് ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിന്റെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആണ്ടെ, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒറിജിനിലേക്ക് വരയ്ക്കുന്നതാണ്ട് ഈ വെക്ടറിന്റെ ഡയറക്ഷൻ ഇതായിരിക്കും. ഈ വെക്ടറിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ Q1 എന്ന ചാർജ് ഇരിക്കുന്ന സ്ഥലത്തെ പൊസിഷൻ വെക്ടർ, നമുക്ക് എങ്ങനെ വരയ്ക്കാം? നോക്കിക്കേ, ഇതല്ലേ Q1 എന്ന ചാർജ് ഇരിക്കുന്നിടത്തെ പൊസിഷൻ വെക്ടർ. ആ പൊസിഷൻ വെക്ടറിനെ ഞാൻ R1 വെക്ടർ എന്ന് വിളിക്കുന്നു. എൻ്റെ Q2 ചാർജ് താണ്ട് ഇവിടെ ഇരിക്കുവാണെന്ന് കരുതുക. Q2 എന്ന് പറയുന്ന ചാർജിൻ്റെ പൊസിഷൻ വെക്ടർ, ഇതാണ് Q2 എന്ന് പറയുന്ന ചാർജിൻ്റെ പൊസിഷൻ വെക്ടർ. Q2 എന്ന് പറയുന്ന ചാർജിൻ്റെ പൊസിഷൻ വെക്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ R2 എന്നെഴുതാം. ഇതാണ് Q2 എന്ന് പറയുന്ന ചാർജിൻ്റെ പൊസിഷൻ വെക്ടർ. അപ്പോൾ Q1 എന്ന് പറയുന്ന ചാർജിൻ്റെ പൊസിഷൻ വെക്ടറായി, Q2 എന്ന് പറയുന്ന ചാർജിൻ്റെ പൊസിഷൻ വെക്ടറായി. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി പിടിപ്പിച്ചേക്കാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ, പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് എഴുതി പിടിപ്പിച്ചേക്കാം. നമ്മൾ എഴുതി പിടിപ്പിക്കുന്നതിലൊക്കെയാണ് കാര്യം കേട്ടോ. നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വരാൻ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, അറിയാവുന്ന കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുക, അതിലാണ് നമ്മുടെ പരീക്ഷയുടെ മാർക്ക് ഇരിക്കുന്നത്. നോക്കിയേ, Q1 ആൻഡ് Q2 ആർ ടു ലൈക്ക് ചാർജസ്. ഇത് രണ്ട് ഞാൻ ലൈക്ക് ചാർജസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. നിങ്ങൾക്ക് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവായിട്ടും കൺസിഡർ ചെയ്യാം, പക്ഷേ ഇച്ചിരിയും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും ആൻസർ ചെയ്യാം. കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല, ഇച്ചിരിയും കൂടെ ഒരു കൺഫ്യൂഷൻ പോലെ സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ രണ്ട് ലൈക്ക് ചാർജസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അതായത് ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ലൈക്ക് ചാർജസിൻ്റെ ഇടയ്ക്ക് എപ്പോഴും റിപ്പൽഷൻ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ലെറ്റ് Q1 ആൻഡ് Q2 ആർ ലൈക്ക് ചാർജസ്. Q1 ഉം Q2 ഉം രണ്ട് ലൈക്ക് ചാർജസ് ആണെന്ന് കരുതുക. Q1 ആൻഡ് Q2 ആർ ടു ലൈക്ക് ചാർജസ് ആർ
two like charges. Let R1 be the position vector of R1 be the position vector. R1 be the position vector of Q1 and R2 be the position vector of R2 be the position vector of Q2. അപ്പോൾ R1 എന്ന് പറയുന്നത് Q1ന്റെ പൊസിഷൻ വെക്ടറും R2 എന്ന് പറയുന്നത് Q2ന്റെ പൊസിഷൻ വെക്ടർ. ആ പറഞ്ഞ ക്ലിയർ ആയി. R1 എന്ന് പറയുന്നത് Q1ന്റെ പൊസിഷൻ വെക്ടറും R2 എന്ന് പറയുന്നത് Q2ന്റെ പൊസിഷൻ വെക്ടറും. ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ ആണല്ലോ. ഇനി നമുക്ക് എന്തോ വേണം? ഈ Q1 എന്ന് പറയുന്ന ചാർജിൽ Q2 അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ. ഈ Q1 എന്ന് പറയുന്ന ചാർജിൽ Q2 അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ. ആ ഫോഴ്സ് താണ്ട് ഈ ഡയറക്ഷനിലായിരിക്കുമല്ലോ. Q1 എന്ന് പറയുന്ന ചാർജിൽ Q2 അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സിനെ നമുക്ക് എന്തോ വിളിക്കാം? ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്. ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്. ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് അതാണ്ട് ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്. ഈ Q2 എന്ന് പറയുന്ന ചാർജിൽ Q1 അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ. ആ ഫോഴ്സ് ആണ് ഈ ഡയറക്ഷനിലായിരിക്കുമല്ലോ. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്. അപ്പോൾ F12 എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്. F21 എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്. ഇനി Q1നും Q2നും ഇടയ്ക്കുള്ള അകലം എത്രയാണെന്ന് നമ്മൾ വെക്ടറാ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സ്കെലാർ റെപ്രസെൻറ്റേഷൻ ഒന്നും വേണ്ട, നമുക്ക് വെക്ടർ ക്വാണ്ടിറ്റി മാത്രം മതി. രണ്ട് പൊസിഷൻ വെക്ടർ തന്നു കഴിഞ്ഞാൽ അവയ്ക്കിടയിലുള്ള അകലം കണ്ടുപിടിക്കാൻ മക്കളെ ഞാൻ ഇവിടുന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് വെക്ടറിനകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടായി, അതായത് നമ്മൾ ഈ പൊസിഷൻ വെക്ടർ എന്നും ഇപ്പോൾ അടുത്ത യൂണിറ്റ് വെക്ടർ എന്നും ഒക്കെ നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു സംശയം അഥവാ വരുവാണെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് വെക്ടർ, അഥവാ നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 15 ഡേയ്സിനുള്ളിൽ ഞാൻ വെക്ടറിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വെക്ടറിനകത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം. ഈ കൂട്ടത്തിൽ ഫിസിക്സ് ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാനൊരു ഫ്രീ ക്ലാസ്, ഒരു ലൈവ് ക്ലാസ്, നിങ്ങൾക്ക് മാത്രമല്ല ഞാൻ എല്ലാവർക്കായിട്ടൊരു ലൈവ് ക്ലാസ് ഇമ്പ്രൂവ്മെൻറ്റിന് മുമ്പായിട്ട്, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് പറവൂറല്ലേ, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ലൈവ് ക്ലാസ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് മുമ്പായിട്ട് അടുത്ത ഞായറാഴ്ചയോ വല്ലതും അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വെക്ടർ കുറേ ക്ലിയർ ആവും. അപ്പോൾ Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും, ഓർക്കണം. അപ്പോൾ ഡയറക്ഷൻ പ്രത്യേകമാണ്. നോക്കിയേ, Q1 മുതൽ Q2 വരെയുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിലുള്ള വെക്ടർ എന്ന് പറയുന്നത് ഇതായിരിക്കും. Q1 മുതൽ Q2 വരെയുള്ള ദൂരം, അതാണ് ഈ Q1ൽ നിന്ന് Q2ലേക്കുള്ള ദൂരം എന്ന് പറയുമ്പോൾ ആ ഡയറക്ഷനിൽ വേണം ആരോ കാണിക്കാൻ. Q1 മുതൽ Q2 വരെയുള്ള ദൂരം ഇതായിരിക്കും ആരോ. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈനൽ ഡിസ്റ്റൻസ് മൈനസ് ഇനിഷ്യൽ ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ പൊസിഷൻ വെക്ടർ R2 മൈനസ് R1. അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള വെക്ടർ ഏതായിരിക്കും? R2 മൈനസ് R1 വെക്ടർ, R2 വെക്ടർ മൈനസ് R1 വെക്ടർ. അതേ കൂട്ട് ആ ഡയറക്ഷനിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? രണ്ടും മാഗ്നിറ്റ്യൂഡ് തുല്യമായിരിക്കും, ഡയറക്ഷൻ തിരിഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. ആ ഡയറക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫൈനൽ മൈനസ് ഇനിഷ്യൽ, അതായത് R1 വെക്ടർ മൈനസ് R2 വെക്ടർ, R1 വെക്ടർ മൈനസ് R2 വെക്ടർ. അപ്പം ഇവിടെ നോക്കിയേ, നമ്മുടെ ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്, നമ്മുടെ ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് എവിടെയാണ്? ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്, ഇതാണ് F21. അത് ഏത് ഡയറക്ഷനിലാണെന്ന് നോക്കിയേ, R2 മൈനസ് R1ന്റെ ഡയറക്ഷനിലാണ് F21 എന്ന് പറയുന്നത്. R2 മൈനസ് R1ന്റെ ഡയറക്ഷനിലാണ് F21 എന്ന് പറയുന്നത്. അതേ കൂട്ട് F12 എന്ന് പറയുന്നത് R1 മൈനസ് R2 വെക്ടറിന്റെ ഡയറക്ഷനിലാണ് F12 എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഞാൻ മറ്റൊരു കാര്യം കൂടെ ക്ലിയർ ആയിക്കോട്ടെ. എൻ്റെ കയ്യിൽ ഞാൻ ധാരാളം ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്ട് നോക്കിക്കേ, R12നെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ എഴുതിയിരിക്കുന്നത് R1 വെക്ടർ മൈനസ് R2 വെക്ടർ എന്ന R12 വെക്ടറിനെ. അതേ കൂട്ട് തന്നെ ചില പുസ്തകത്തിൽ R12നെ R2 മൈനസ് R1 എന്നും എഴുതിയിരിക്കുന്നത്. ചില പുസ്തകങ്ങളിൽ R12നെ R1 മൈനസ് R2 എന്നും
R12നെ ചിലതിൽ R2 മൈനസ് R1 എന്ന് എഴുതിയേക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ R1 മൈനസ് R2നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കേണ്ട. അതായത് R12 എന്നോ R21 എന്നോ ഒന്നും എഴുതാൻ നിൽക്കേണ്ട. കാരണം ഓരോ പുസ്തകത്തിലും അത് ഓരോരോ ഓതേഴ്സ് അവരുടെ ഇഷ്ടാനുസരണം എഴുതിയിരിക്കുക. ആരൊക്കെ എഴുതിയാലും നമ്മൾ ഈ പറഞ്ഞതിന് മാറ്റമില്ല. അതായത് ഈ ഡയറക്ഷനിലുള്ള വെക്ടറിനെ അവരെന്തൊക്കെ പേര് വിളിച്ചാലും ഈ ഡയറക്ഷനിലുള്ള വെക്ടറിനെ R2 മൈനസ് R1 എന്നേ വിളിക്കത്തുള്ളൂ. R2 മൈനസ് R1 അതിനെ അവർ R12 എന്നോ R21 എന്നോ എന്ത് വിളിച്ചാലും ഈ ഡയറക്ഷനിലുള്ള ഈ വെക്ടറിനെ നമുക്ക് എന്തേ വിളിക്കാക്കത്തുള്ളൂ? R2 മൈനസ് R1 എന്ന്. അത് R21 ആണേലും R12 ആണേലും ഈ ഡയറക്ഷനിലുള്ളതിനെ R1 മൈനസ് R2 ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്നുമായിരിക്കും വിളിക്കുന്നത്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇവിടെ R2 മൈനസ് R1 എന്തുവാ? ഇവിടെ R2 മൈനസ് R1 എന്തു? ഇപ്പൊ എത്ര പോയിന്റ് ആയി? 1 2. ഇനി R2 മൈനസ് R1 എന്തുവാ? R2 മൈനസ് R1 R2 വെക്ടർ മൈനസ് R1 വെക്ടർ ഈസ് എ വെക്ടർ. അതൊരു വെക്ടർ ആണ്. എവിടെ നിന്ന് അങ്ങോട്ടുള്ള? ഈസ് എ വെക്ടർ ഫ്രം എവിടെ നിന്ന് അങ്ങോട്ടുള്ളതാ? Q1ൽ നിന്ന് Q2ലേക്കുള്ളത് അല്ലേ? ഫ്രം Q1 ടു Q2. ഇനി R1 മൈനസ് R2 R1 വെക്ടർ മൈനസ് R2 വെക്ടർ. R1 വെക്ടർ മൈനസ് R2 വെക്ടർ എന്തുവാ? is a vector from Q2 to Q1. Q2വിൽ നിന്ന് Q1ലേക്കുള്ള വെക്ടറാണ് R1 മൈനസ് R2 എന്ന് പറയുന്നത്. Q2വിൽ നിന്ന് Q1ലേക്കുള്ള വെക്ടറാണ് R1 മൈനസ് R2 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് F12 എന്താണ്? ഓരോരുത്തരെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. വെക്ടർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനാ. F12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓൺ Q1 ബൈ Q2. ഫോഴ്സ് ഓൺ Q1 ബൈ Q2 ആണ് F12 എന്ന് പറയുന്നത്. F21 എന്തുവാ? ഫോഴ്സ് ഓൺ Q2 ബൈ Q1. അപ്പോൾ F12 എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ Q1 ബൈ Q2. F21 എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ Q2 ബൈ Q1. നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഫോഴ്സ് എഴുതാം. നോക്കിയേ, ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 അത് വെക്ടർ ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എല്ലാം വെക്ടറിൽ തന്നെ റെപ്രസെന്റ് ചെയ്യണം കേട്ടോ. അത് മസ്റ്റ് ആണ്. നമ്മൾ വെക്ടർ ഫോം അല്ലേ എഴുതാം. അപ്പോൾ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 എങ്ങനെ എഴുതാം? കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? K is equal to 1/4 epsilon 0 കേട്ടോ. അത് മറക്കരുത്. K is equal to 1/4 epsilon 0. F12 is equal to K Q1 Q2 ബൈ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഞാൻ R എന്ന് വിളിക്കുകയാണെന്ന് കരുതുക. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഞാൻ R എന്ന് വിളിക്കുകയാണെന്ന് കരുതുക. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് അല്ലെങ്കിൽ നമ്മൾ R എന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നോക്കിക്കേ, ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 അല്ലേ? ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 എന്ന് പറയുന്നതാണ് ഈ ഡയറക്ഷനില്ല. ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 എന്ന് പറയുന്നത് ഈ ഡയറക്ഷനില്ല. ആ ഡയറക്ഷൻ നോക്കിയേ, ഏതാണ് ആ ഡയറക്ഷൻ? ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2ന്റെ ഡയറക്ഷൻ ഏതാണ്? ഇതാണ് ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2ന്റെ ഡയറക്ഷൻ. ആ ഡയറക്ഷനിലേക്കുള്ള വെക്ടർ ഏതാണ്? R1 മൈനസ് R2 ആണ് ആ ഡയറക്ഷനിലേക്കുള്ള വെക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ആ ഡയറക്ഷനിലേക്കുള്ള വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ വേണം ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ. നമ്മൾ ഫസ്റ്റ് ഇയറിലെ പഠിച്ചതാണ്. യൂണിറ്റ് വെക്ടറുകളാണ് നമ്മൾ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏത് വെക്ടറാണ്? യൂണിറ്റ് വെക്ടർ. ഈ ഡയറക്ഷനിലേക്കുള്ള വെക്ടർ ഏതാണ്? R1 മൈനസ് R2 ആണ്. R1 മൈനസ് R2ന്റെ യൂണിറ്റ് വെക്ടർ യൂണിറ്റ് വെക്ടർ നോക്കിയേ, R1 വെക്ടർ മൈനസ് R2 വെക്ടർ. അതിന്റെ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടറിനെ നമുക്ക് R1 മൈനസ് R2 യൂണിറ്റ് വെക്ടറിനെ നമ്മൾ തൊപ്പി ഇട്ട് കൊടുക്കുകയാണ് പതിവ് അല്ലേ? അപ്പൊ R1 മൈനസ് R2 തൊപ്പി. അപ്പൊ R1 മൈനസ് R2 ക്യാപ്പ്, അതാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ R1 മൈനസ് R2 വെക്ടറിന്റെ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ R1 മൈനസ് R2 ക്യാപ്പ് എന്നാണ് എഴുതുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ. ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എ ക്യാപ്പ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ R1 മൈനസ് R2 വെക്ടർ ആണ്. അതിന്റെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ, അതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ
വെക്ടർ R1 മൈനസ് വെക്ടർ R2 ഡിവൈഡഡ് ബൈ മോഡ് ഓഫ് R1 മൈനസ് R2 വെക്ടർ മോഡുലസ് R1 വെക്ടർ മൈനസ് R2 വെക്ടർ. അപ്പോൾ അതിൻ്റെ മോഡുലസ് നിങ്ങളങ്ങ് എടുത്താൽ മതിയാകും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് റഫ് വർക്ക് ചെയ്ത്. അപ്പോൾ കെ Q1 Q2 ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? കെ Q1 Q2ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? R1 മൈനസ് R2ൻ്റെ മോഡായിരിക്കും, ആ വെക്ടറിൻ്റെ മോഡുലസ് ആയിരിക്കും അവരുടെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ R1 വെക്ടർ മൈനസ് R2 വെക്ടർ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ അല്ലേ, അപ്പോൾ മോഡുലസിൻ്റെ സ്ക്വയർ. ഇനി അത് ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്? ഈ വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ്. അതാണ്ട് ഈ കാണുന്ന ഈ വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ്. നോക്കിയേ, അതാണ്ട് ഈ ഡയറക്ഷനിലാണ് ആ ഫോഴ്സ് കിടക്കുന്നത്. ഈ ഡയറക്ഷനിലായിരിക്കും ആ ഫോഴ്സ്. അപ്പോൾ ആ ഡയറക്ഷനെ കാണിക്കാനായിട്ട് ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ R1 മൈനസ് R2 ദ ഹോൾ ക്യാപ്പ്, R1 മൈനസ് R2 ദ ഹോൾ ക്യാപ്പ് എന്ന് നമുക്ക് എഴുതാം. R1 മൈനസ് R2 ദ ഹോൾ ക്യാപ്പ് എന്ന് എഴുതി. ഇനി നമ്മൾ ഫർദർ മൂവ് ചെയ്യണം. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് R1 മൈനസ് R2. അപ്പോൾ നമ്മൾ എന്തായിരുന്നു എഴുതിയത് ലാസ്റ്റ് സ്റ്റെപ്പ്? എഫ് ഈസ് ഈക്വൽ ടു കെ Q1 Q2 ഡിവൈഡഡ് ബൈ മോഡുലസ് R1 മൈനസ് R2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു R1 മൈനസ് R2 ദ ഹോൾ ക്യാപ്പ് എന്നായിരുന്നു അവിടെ എഴുതി നിർത്തിയത്. അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടാൻ ഞാൻ ആ സ്റ്റെപ്പ് ഒന്നും കൂടെ എഴുതിയെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ എഴുതുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യരുത്. ഇനി R1 മൈനസ് R2നെ നമുക്ക് എങ്ങനെ എഴുതാം? R1 മൈനസ് R2 ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്ടർ R1 മൈനസ് R2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് R1 മൈനസ് R2 എന്ന് എഴുതാം. അപ്പോൾ ഫോഴ്സ് F12 ഈസ് ഈക്വൽ ടു കെ Q1 Q2 ഡിവൈഡഡ് ബൈ R1 മൈനസ് R2 വെക്ടർ ആണ്, വെക്ടർ R1 മൈനസ് വെക്ടർ R2 ആയി. ആ വെക്ടറിൻ്റെ മോഡുലസ് എടുത്തേക്കുന്നത്. വെക്ടറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മോഡുലസ് കണ്ടുപിടിക്കുന്നത്. ഇൻറ്റു R1 മൈനസ് R2 ഇൻറ്റു R1 വെക്ടർ മൈനസ് R2 വെക്ടർ, യൂണിറ്റ് വെക്ടറിനെ നമ്മൾ സോൾവ് ചെയ്യുക, ഡിവൈഡഡ് ബൈ മോഡുലസ് R1 മൈനസ് R2 സ്ക്വയർ. എന്താ R1 മൈനസ് R2 R1 മൈനസ് R2 R1 മൈനസ് R2 ഇൻറ്റു R1 മൈനസ് R2 R1 മൈനസ് R2 ഇൻറ്റു R1 മൈനസ് R2 എന്തോ ചെയ്യും? R1 മൈനസ് R2 ഇൻറ്റു R1 മൈനസ് R2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു R1 മൈനസ് R2 അതിൻ്റെ ക്യൂബ് ആകും അല്ലേ. അപ്പോൾ F12 ഈസ് ഈക്വൽ ടു കെ Q1 Q2 ഡിവൈഡഡ് ബൈ R1 മൈനസ് R2 വെക്ടറാണ് ഇൻറ്റു മോഡുലസ്, അവിടെ ക്യൂബ് ഇട്ടു, ഇൻറ്റു R1 മൈനസ് R2. അത് ഡയറക്ഷനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ കുളംസ് ലോയുടെ വെക്ടർ ഫോം ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജിനെ നമ്മൾ ഡയറക്ഷൻ വഴി കാണിച്ചു. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് കുളംസ് ലോ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ F21 നമ്മൾ കുളംസ് അതിനെപ്പറ്റി അത് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് F12 നമ്മൾ എഴുതി. ഇനി F21 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം ഒരേ വെക്ടറുകൾ ഈക്വലും ഓപ്പോസിറ്റും ആകണമെങ്കിൽ ഒരേ വെക്ടറുകൾ തന്നെയാണ് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ട് എന്നാണ് ഇവിടെ കിടന്നിരുന്നത്. ഒരേ വെക്ടറുകൾ തന്നെയായിരുന്നു. നോക്കിയേ, ഇതേ വെക്ടറുകൾ തന്നെയായിരുന്നു ഈക്വലും ഓപ്പോസിറ്റും ആയിട്ട് അവിടെ കിടന്നത്. നോക്കിയേ, ഈ വെക്ടറും ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണ് അല്ലേ. അതായത് മാഗ്നിറ്റ്യൂഡ് ഒന്നാണ്, ഡയറക്ഷൻ വ്യത്യാസമാണ്. അതായത് ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണ് R1 മൈനസ് R2 R2 മൈനസ് R1 എന്നും പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തുല്യമായിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ F12 എഴുതിയതിന് ശേഷം F21 എഴുതാൻ നേരത്ത് ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ, ഡയറക്ഷൻ കാണിക്കുന്ന വെക്ടർ മാത്രമേ മാറുന്നുള്ളൂ. അവിടെ R1 മൈനസ് R2 ആയിരുന്നെങ്കിൽ F21 എന്ന് പറയുന്നത് R2 മൈനസ് R1 ആകുകയായിരിക്കും ചെയ്യുന്നത്, ആണല്ലോ. അപ്പോൾ നോക്കിയേ, അപ്പോൾ F21നെ നമുക്ക് എങ്ങനെ എഴുതാം? കെ Q1 Q2 ഡിവൈഡഡ് ബൈ, ഞാൻ പറഞ്ഞു R1 മൈനസ് R2ൻ്റെ മോഡ് എടുത്താലും R2 മൈനസ് R1ൻ്റെ മോഡ് എടുത്താലും. ഒരു കുഞ്ഞു ഉദാഹരണം, ഇതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള ഉദാഹരണം, എങ്കിലും ഒന്ന് നോക്കിയേ. 5 മൈനസ് 3യുടെ മോഡ് എത്രയാണ്? 2 ആണ്. അതേകൂട്ട് തന്നെ 3 മൈനസ് 5ൻ്റെ മോഡും 2 ആണ്. ഇതല്ല അതിൻ്റെ കറക്റ്റ് ഉദാഹരണം, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ മോഡുലസിനകത്ത് നമ്മൾ അകത്ത് എഴുതുന്ന ആൾക്കാരെ തിരിച്ചും മറിച്ചെഴുതിയാൽ പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇദ്ദേഹത്തെ എനിക്ക് R1 മൈനസ് R2 എന്ന് തന്നെ ഇവിടെ എഴുതിയതിന് ശേഷം
F21ന്റെ ഡയറക്ഷൻ ഈ F12ന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ വെക്ടറിനെ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ്ട് R1 മൈനസ് R2 എന്ന ഈ വെക്ടറിനെ എനിക്ക് തിരിച്ചെഴുതിയാൽ മതിയില്ല. R1 മൈനസ് R2 എന്ന ഈ വെക്ടറിനെ എനിക്ക് തിരിച്ചെഴുതിയാൽ മതിയാവും. അതെങ്ങനെ എഴുതാം? R2 വെക്ടർ മൈനസ് R1 വെക്ടർ, R2 വെക്ടർ മൈനസ് R1 വെക്ടർ. ഇവിടുന്ന് ഒരു മൈനസ് കോമൺ എടുത്താൽ R2 മൈനസ് R1 വെക്ടറിൽ നിന്ന് ഒരു മൈനസ് ഞാൻ കോമൺ എടുത്താൽ നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കോ. R2 മൈനസ് R1ൽ നിന്നൊരു മൈനസ് ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ F21 വെക്ടർ F21 ഈസ് ഈക്വൽ ടു KQ1 Q2 ബൈ മോഡ് R1 മൈനസ് R2 ദ ഹോൾ ക്യൂബ്. അതാണ്ട് ഇവരിൽ രണ്ടുപേരിൽ നിന്നൊരു മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ആ മൈനസിനെ ഞാൻ ദാണ്ട് ഇവിടെ എഴുതുന്നു മൈനസ്. അപ്പോൾ ഈ വെക്ടർ അങ്ങ് തിരിയും. ഈ മൈനസ് R1 പ്ലസ് R1 ആവും, പ്ലസ് R2 മൈനസ് R2 ആവും. അപ്പോൾ നോക്കിക്കേ R1 വെക്ടർ മൈനസ് R2 വെക്ടർ എന്നാവും. R1 വെക്ടർ മൈനസ് R2 വെക്ടർ എന്നാവും. R1 വെക്ടർ മൈനസ് R2 വെക്ടർ എന്നാവും. ഈ മൈനസ് ഞാൻ ദാണ്ട് ഇവിടെ എഴുതുന്നുണ്ട്. ഈസ് ഈക്വൽ ടു F21 ഈസ് ഈക്വൽ ടു മൈനസ് KQ1 Q2 ബൈ മോഡ് R1 മൈനസ് R2 ഇൻറ്റു വെക്ടർ R1 മൈനസ് വെക്ടർ R2. ഇദ്ദേഹത്തെ ബ്രാക്കറ്റിലിടണം കേട്ടോ, എഴുതുന്നിടത്തല്ല ഇദ്ദേഹത്തെ ബ്രാക്കറ്റിലിടണം. ബ്രാക്കറ്റിലിട്ടില്ലെങ്കിൽ തെറ്റാണ്. അപ്പോൾ വെക്ടർ R1 മൈനസ് R2 നോക്കിയാൽ നിങ്ങൾ KQ1 Q2 ഡിവൈഡഡ് ബൈ ഇതാണ്ട് ഈ ഇത്ര ആൾക്കാരെ ആ മൈനസിനെ നോക്കരുത്. ആ മൈനസിനെ നോക്കാതെ ബാക്കി ഇത്ര ആൾക്കാരെ നോക്കിയേ. ബാക്കി ആണ്ട് ഈ കാണുന്ന ഇത്ര ആൾക്കാരെ നോക്കിയേ. അതെന്ന് പറയുന്നത് ബാക്കി ആൾക്കാരെന്ന് പറയുന്നത് ആരാണ്? KQ1 Q2 ബൈ മോഡ് R1 മൈനസ് R2 ദ ഹോൾ ക്യൂബ് ഇൻറ്റു വെക്ടർ R1 മൈനസ് R2 അത് ഡയറക്ഷനെ കാണിക്കുന്നത്. ഈ ഇത്ര ആൾക്കാരെന്ന് പറയുന്നത് F21 അല്ലേ? അണ്ട് മൈനസ് ഒഴികെയുള്ള ബാക്കി ആൾക്കാരെന്ന് പറയുന്നത് F21 അല്ലേ, F12 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് F12 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ആ മൈനസിനെ നമ്മൾ അതേ കൂട്ട് തന്നെ അങ്ങ് എഴുതി. F21 ഈസ് ഈക്വൽ ടു അണ്ട ഈ നെഗറ്റീവ് അതേ കൂട്ട് തന്നെ എഴുതി. അണ്ട ഈ ഇത്രയും ആൾക്കാർക്ക് പകരം F12 എന്ന് എഴുതാമല്ലോ. F12 എന്ന് എഴുതാം. ഇത് നമ്മൾ എന്തുവാ പ്രൂവ് ചെയ്തത്? ഇതേതാ? ഈ ലോ ഏതാ? F21 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് F12. ഈ ലോ ഏതാടോ? ന്യൂട്ടൺസ് തേർഡ് ലോ അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോയും പ്രൂവ് ചെയ്തു. ഞാൻ നാണ്ടെ ഇവിടം വരെ മതി നമ്മുടെ റിക്വയർഡ് ഫോം ഓഫ് കൂളംസ് ലോ. ഇവിടം വരെ മതി നമ്മുടെ റിക്വയർഡ് വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ ആണല്ലോ. അതിനുശേഷം ബാക്കി ഇത്ര എഴുതുന്നത് F21 കാണിച്ച് ബാക്കി F21 ഈസ് ഈക്വൽ ടു മൈനസ് F12 എന്ന് കാണിക്കുന്നത് ന്യൂട്ടൺസ് ലോ വെരിഫൈ ചെയ്യാനാണ്. ന്യൂട്ടൺസ് തേർഡ് ലോ ഈസ് വെരിഫൈഡ്. അപ്പോൾ ന്യൂട്ടന്റെ തേർഡ് ലോ വെരിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത് ഇത്രയും കാണിക്കുന്നത്. ന്യൂട്ടന്റെ തേർഡ് ലോ വെരിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ആൾക്കാരെ ഇത്രയും വരെ കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ എഴുതിയെടുക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടം വരെയായിരുന്നു നിർത്തിയത്? K ഡിപ്പെൻഡ്സ് അപ്പോൺ മീഡിയം വരെയായിരുന്നു നിർത്തിയത്. ഇത്രയും കാര്യങ്ങൾ വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ എഴുതിയെടുക്കുക. ഇത്ര എഴുതി കഴിയുമ്പോൾ പറയുക, അടുത്ത പേജ് എടുക്കാം. നോക്കിയേ, അതുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേനയുടെ മുകളിൽ എനിക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം ആണല്ലോ. ഈ പേനയുടെ മുകളിൽ എനിക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്കിതിന് നേരിട്ടൊരു കോണ്ടാക്റ്റ് കൊടുക്കാൻ സാധിച്ച് പിടിച്ച് വലിച്ചെടുത്തു കഴിഞ്ഞാൽ എനിക്ക് പേനയെ പെട്ടെന്ന് എൻ്റെ അടുക്കലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ
എൻ്റെ നടുക്കൊരു മതിലോ വല്ലതും ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചേ. എൻ്റെ നടുക്കൊരു മതിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നൊന്ന് ആലോചിച്ചേ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പേനയെ പെട്ടെന്ന് പോയി പിടിച്ചെടുക്കാനായിട്ട് ഒക്കത്തില്ല. അപ്പോൾ അതേ കൂട്ട് രണ്ട് ചാർജുകൾ ഇരിക്കുന്ന അവസരത്തിൽ രണ്ട് ചാർജുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ഇടയ്ക്ക് മീഡിയത്തിൻ്റെ ഇടയ്ക്ക് അതിനെ പറ്റി നോൺ കോൺടാക്ട് ഫോഴ്സിനെ പറ്റി നമ്മൾ പിന്നീട് സംസാരിക്കാം. എന്തായാലും രണ്ട് ചാർജുകൾക്ക് ഇടയിലൊരു ഫോഴ്സ് ഉണ്ട്. രണ്ട് ചാർജുകൾക്കിടയിലൊരു ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നടുക്കിരിക്കുന്ന മീഡിയം, ഈ രണ്ട് ചാർജുകൾക്ക് നടുക്ക് എന്തായാലും അത് വാക്വത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ നടുക്ക് വാക്വം ഒരു എഫക്റ്റ് അതിൽ മേൽ ക്രിയേറ്റ് ചെയ്യും. അതേകൂട്ട് തന്നെ ഇപ്പോൾ അത് രണ്ടുപേരും വെള്ളത്തിനടിയിലാണെങ്കിൽ ആ വെള്ളത്തിനടിയിൽ ആ ചാർജുകൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യും എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേ, നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ആ ഹെഡിങ്ങിൻ്റെ പേരാണ് പെർമിറ്റിവിറ്റി എന്നുള്ളത്. എന്താണ് പെർമിറ്റിവിറ്റി? നമുക്ക് നേരെ ബോർഡിലേക്ക് വരാം. ബോർഡിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കോൺസെപ്റ്റ് പക്കയാക്കി തരാം. നോക്കിക്കോ, രണ്ട് ചാർജുകൾ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഹെഡിങ് എന്താണ്? പെർമിറ്റിവിറ്റി. രണ്ട് ചാർജുകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് കരുതുക. ഇത് Q1, ഇത് Q2. ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ R. Q2 മേൽ Q1 ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും, അതിനെ F21 എന്നും Q1 മേൽ Q2 അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ F12 എന്നും വിളിക്കും. ഇത് രണ്ടും ഇപ്പോൾ ലൈക്ക് ചാർജസ് ആയതുകൊണ്ട് റിപ്പൾഷൻ കേട്ടോ. അൺലൈക്ക് ആണെങ്കിൽ അട്രാക്ഷൻ വരും. നമ്മളെപ്പോഴും റിപ്പൾഷനാണ് നമുക്ക് ഡയഗ്രാം വരയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ട് അതായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതേതെങ്കിലും ഒരു മീഡിയത്തിലാണ് ഇരിക്കുന്നതെന്ന് കരുതുക. അങ്ങനെ മീഡിയത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ, ഇപ്പോൾ മീഡിയം എന്ന് പറയുമ്പോൾ എന്തുമാകാം. ഇപ്പോൾ ഫ്രീ സ്പേസ് ആകാം, വാക്വം ആകാം, അങ്ങനെ എന്തുമാകാം. നമ്മുടെ മീഡിയത്തിന് ധാരാളം പ്രോപ്പർട്ടികളുണ്ട്. അപ്പോൾ ഈ Q1 Q2 എന്ന് പറയുന്ന ചാർജ് എയറിലിരുന്നപ്പോൾ അത് എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അനുഭവപ്പെട്ടെന്ന് കരുതുക. ഇതേ രണ്ട് ചാർജിനെ, അതായത് എയറിലിരുന്നപ്പോൾ, അതായത് ചുറ്റും ഒന്നുമില്ല, ഒരു ഫ്രീ സ്പേസിലിരുന്ന അവസരത്തിൽ എഫ് ഫോഴ്സ് അനുഭവപ്പെട്ടെന്ന് കരുതുക Q1 Q2 ചാർജുകൾക്കിടയിൽ. ഇതേ അകലത്തിൽ ഇതേ ചാർജുകൾ തന്നെ യാതൊരു മാറ്റവും വരുത്താതെ വെള്ളത്തിനടിയിൽ കൊണ്ടുവച്ചപ്പോൾ ഫോഴ്സ് കുറയുന്നതായിട്ട് കണ്ടു. ഇതേ ചാർജുകൾ ഇതേ അകലത്തിൽ യാതൊരു മാറ്റവും കൂടാതെ വെള്ളത്തിനടിയിൽ കൊണ്ടുവച്ചപ്പോൾ ഫോഴ്സ് കുറയുന്നതായിട്ട് കണ്ടു. അതേ കൂട്ട് തന്നെ പെട്രോളിൻ്റെ അടിയിൽ കൊണ്ടുവച്ചപ്പോഴും ഈ എഫിനെക്കായാലും കുറയുന്നത് കണ്ട്. അതേ കൂട്ട് ഗ്ലാസ്സിൽ വെച്ചപ്പോൾ എഫിനെക്കായാലും കുറയുന്നത് കണ്ട്. അങ്ങനെ മറ്റോരോരുത്തടുത്ത് വെക്കുമ്പോഴും മീഡിയത്തിനനുസരിച്ച് ഫോഴ്സ് കുറയുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മീഡിയത്തിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ഈ ഫോഴ്സിനെ കുറയ്ക്കുന്നത് നമ്മളൊരു അന്വേഷണം തുടങ്ങി. മീഡിയത്തിന് ധാരാളം പ്രോപ്പർട്ടികളുണ്ടല്ലോ. ഉദാഹരണത്തിന് മീഡിയത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഹ്യൂമിഡിറ്റി, അതേകൂട്ട് വാട്ടറിൻ്റെ ഡെൻസിറ്റി, അങ്ങനെ ധാരാളം പ്രോപ്പർട്ടികളുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ആലോചിച്ചു മീഡിയത്തിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഈ ഫോഴ്സിനെ കുറയ്ക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് അവസാനം ആ പ്രോപ്പർട്ടിയെ കണ്ടെത്തി. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി. എന്താണ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മീഡിയം. ചാർജുകൾ ഇരിക്കുന്ന ഏത് മീഡിയമാണോ ആ മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? പെർമിറ്റിവിറ്റി. ആ പെർമിറ്റിവിറ്റി എന്താണ് ചെയ്യുന്നത്? ഈ പെർമിറ്റിവിറ്റി തീരുമാനിക്കും ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഇന്ററാക്ഷന്റെ എഫക്റ്റ് എന്തുമാത്രം വേണമെന്ന്. അതായത് ഈ പെർമിറ്റിവിറ്റി ആണ് തലൈവർ. പുള്ളി തീരുമാനിക്കുക ഈ രണ്ട് Q1 Q2 എന്ന് പറയുന്ന ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിന്റെ എഫക്റ്റ്. അതായത് എന്തായാലും ഫോഴ്സ് വരും, ഫോഴ്സിനെ ഇല്ലാതാക്കാൻ പുള്ളിക്ക് സാധിക്കത്തില്ല അൺലെസ് ഇറ്റ് ഈസ് എ മെറ്റൽ. അപ്പോൾ ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിന്റെ എഫക്റ്റ്, അതായത് അതിന്റെ തീവ്രത, അതിന്റെ ഇന്റൻസിറ്റി, അതിന്റെ ശക്തി എത്രമാത്രം വേണമെന്ന് തീരുമാനിക്കുന്ന മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പെർമിറ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. പെർമിറ്റ്, അപ്പോൾ ഫോഴ്സിനെ അനുവദിക്കുമല്ലയോ വേണ്ടത്, എന്നിട്ട് എന്താ ഇവിടെ ഫോഴ്സ് കുറയുന്നത് എന്നൊരു ചിന്ത നമുക്ക് വരും. അപ്പോൾ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ് പെർമിറ്റിവിറ്റി. ഈ പെർമിറ്റിവിറ്റി എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന്റെ എഫക്റ്റ് മറ്റേ ചാർജ്, അതായത് ഈ ചാർജ് കൊടുക്കുന്ന ഈ ചാർജ് Q1 എന്ന ചാർജ്, ഇവിടുത്തെ Q1 എന്ന ചാർജ് നോക്കിയേ, ഈ Q1 എന്ന ചാർജ് Q2 കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, F21 എന്ന് പറയുന്ന ഫോഴ്സ്. ആ ഫോഴ്സിനെ പൂർണ്ണമായിട്ടും Q2 അനുഭവിക്കാതിരിക്കാൻ, അതായത് പൂർണ്ണമായിട്ടും Q2 ഫീൽ ചെയ്യാതിരിക്കാൻ
മീഡിയം അതിൻ്റെ ഫീൽഡിനെ പെർമിറ്റ് ചെയ്യും. അതായത് ഈ മീഡിയം നടുക്ക് എന്തോ ചെയ്യും, മീഡിയത്തെ തന്നെ പെർമിറ്റ് ചെയ്യും. എന്തിന്? Q2-മേൽ കൊടുക്കുന്ന ഈ ഫോഴ്സിനെ കുറയ്ക്കാനായിട്ട്. അതുകൊണ്ടാണ് പെർമിറ്റിവിറ്റി എന്നൊരു വാക്ക് വന്നത്. മീഡിയത്തെ തന്നെ പെർമിറ്റ് ചെയ്യും. എന്തിന്? ഈ ഫോഴ്സിനെ കുറയ്ക്കാനായിട്ട്. മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയായ പെർമിറ്റിവിറ്റി അനുവദിക്കും. എന്തിന്? നോട്ട് ടു ഫുള്ളി എഫക്ട് ദിസ് ഫോഴ്സ്, അല്ലെ? Q2 അനുഭവപ്പെടുന്ന ഈ ഫോഴ്സിനെ പൂർണ്ണമായിട്ടും അതിന്മേൽ കൊടുക്കാതിരിക്കാൻ മീഡിയം പെർമിറ്റിവിറ്റിയെ അനുവദിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് വന്നത്. അല്ലെ മീഡിയത്തെ തന്നെ പെർമിറ്റ് ചെയ്യും, നോട്ട് ടു ഗീവ് ദ ഫുൾ ഫോഴ്സ്. Q1 ഓഫർ ചെയ്യുന്ന മുഴുവൻ ഫോഴ്സും നീ കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നീ അങ്ങ് കുറച്ചേരെ എന്ന് പറയും. അങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ഈ പെർമിറ്റിവിറ്റിയെ നമ്മളൊരു സിമ്പൽ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ആ സിമ്പലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഈ പെർമിറ്റിവിറ്റിയെ നമ്മൾ ഒരു സിമ്പൽ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ആ സിമ്പലാണ് ഈ സിമ്പൽ എന്ന് പറയുന്നത്. ഗ്രീക്ക് ലെറ്റർ ആണ്, എപ്സൈലോൺ എന്ന് വിളിക്കും. അപ്പോൾ എപ്സിലോൺ ആണ് മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പെർമിറ്റിവിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം എപ്സൈലോൺ. ഈ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്, ഈ പെർമിറ്റിവിറ്റി കൂടുന്തോറും, അതായത് എപ്സിലോൺ പെർമിറ്റിവിറ്റി കൂടുന്തോറും രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. എപ്സൈലോൺ കൂടുന്തോറും ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ എപ്സൈലോൺ എന്ന് പറയുന്നത് ഏറ്റവും കുറവെന്ന് പറയുന്നത് ആർക്കാണെന്നറിയാവോ? എപ്സൈലോൺ ഈസ് ലീസ്റ്റ് ഫോർ ഫ്രീ സ്പേസ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഫ്രീ സ്പേസ് എന്ന് നമ്മൾ പറയുമ്പോൾ ഓർത്തോണം, അതിൻ്റെ കൂടെ തന്നെ വാക്വവും എയറും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കുറവായിട്ടുള്ളത് ഫ്രീ സ്പേസ് അഥവാ വാക്വം അഥവാ എയറിനാണ് നമ്മുടെ പെർമിറ്റിവിറ്റി ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് പെർമിറ്റിവിറ്റി ആയതുകൊണ്ട് തന്നെ പെർമിറ്റിവിറ്റി കൂടുമ്പോൾ ഫോഴ്സ് കുറയും. അപ്പോൾ പെർമിറ്റിവിറ്റി കുറയുമ്പോഴോ ഫോഴ്സ് കൂടുകയല്ലയോ ചെയ്യുന്നത്? പെർമിറ്റിവിറ്റി ഏറ്റവും കുറവ് ഫ്രീ സ്പേസ് അഥവാ വാക്വം അഥവാ എയറിനാണ്. അപ്പോൾ പെർമിറ്റിവിറ്റി ഏറ്റവും കുറവ് അവർക്കാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മീഡിയത്തിൽ വെക്കുന്ന ഫോഴ്സുകൾക്കിടയിലുള്ള ഈ മീഡിയത്തിൽ വെക്കുന്ന ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഞാൻ പറഞ്ഞു എപ്സൈലോൺ എന്ന് പറയുന്നത് ഫ്രീ സ്പേസ് അഥവാ വാക്വം അഥവാ എയറിന് കുറവായിരിക്കും. ഏറ്റവും കുറവ് ഇവർക്കായിരിക്കും പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പെർമിറ്റിവിറ്റി കൂടുകയാണെങ്കിൽ ഫോഴ്സ് കുറയും. ഏറ്റവും കുറവ് ഇവർക്ക് 3 പേർക്കുമാണ് പെർമിറ്റിവിറ്റി. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള ഫോഴ്സ് അതായത് ഈ മീഡിയത്തിൽ നമ്മൾ ചാർജ് വെക്കുകയാണെങ്കിൽ ഫോഴ്സ് വിൽ ബി മാക്സിമം. അതുകൂടാതെ തന്നെ ഫ്രീ സ്പേസ് അഥവാ വാക്വം അഥവാ എയറിന്റെ പെർമിറ്റിവിറ്റിയെ ഈ 3 ആൾക്കാരുടെ, അതായത് ഇവരുടെ പെർമിറ്റിവിറ്റിക്ക് നമ്മൾ പ്രത്യേക ഒരു പേര് കൊടുത്തിട്ടുണ്ട്, എപ്സൈലോൺ നോട്ട്. അപ്പോൾ എപ്സൈലോൺ നോട്ട് എന്ന് നിങ്ങൾ ഇനി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അഥവാ വാക്വം അഥവാ എയർ. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അഥവാ വാക്വം അഥവാ എയർ. ഞാൻ പറഞ്ഞ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ് എപ്സൈലോൺ എന്ന്. രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ് എപ്സൈലോൺ. നമ്മൾ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതിയത് എങ്ങനെയായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു കെ Q1 Q2 ബൈ ആർ സ്ക്വയർ. എഫ് ഈസ് ഈക്വൽ ടു കെ Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നായിരുന്നു നമ്മൾ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിനെ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എപ്സൈലോൺ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു ഈ കെ എന്ന് പറയുന്നതാണ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കെ ഡിപ്പെൻഡ്സ് അപ്പോൺ മീഡിയം എന്ന് നമ്മളവിടെ പറഞ്ഞായിരുന്നു, അല്ലേ? അപ്പോൾ കെ ഡിപ്പെൻഡ്സ് അപ്പോൺ മീഡിയം. ഈ കെയ്ക്കകത്തിൽ ആരാ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ കെയെ പ്രേരിപ്പിക്കുന്നത്? കെയ്ക്കകത്തിലൊരു ഫാക്ടറാണ് എപ്സൈലോൺ എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി കെ എന്ന് പറയുന്നത് 1/4π എപ്സൈലോൺ ആണ്. കെ എന്ന് പറയുന്നത് 1/4π എപ്സൈലോൺ ആണ്. അത് ഫ്രീ സ്പേസിലാണെങ്കിൽ നമ്മൾ എപ്സൈലോൺ നോട്ട് എന്ന് വിളിക്കുക. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു 1/4π എപ്സൈലോൺ നോട്ട് ആണ്. കെ ഈസ് ഈക്വൽ ടു 1/4π എപ്സൈലോൺ നോട്ട് ഫോർ ഫ്രീ സ്പേസ്. വേറെ ഏതെങ്കിലും മീഡിയം ആണെങ്കിൽ 1/4π എപ്സൈലോൺ എന്ന് വിളിക്കും. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു 1/4π എപ്സൈലോൺ നോട്ട്. ഈ എപ്സൈലോൺ നോട്ടിനൊരു വിലയുണ്ട്. അതായത് ഫ്രീ സ്പേസ് അഥവാ വാക്വം അഥവാ അഥവാ എയറിലിരിക്കുന്ന നമ്മുടെ പുള്ളിക്കാരനൊരു വിലയുണ്ട്. അതാണ് 8.85 × 10⁻⁻12. എപ്സൈലോൺ സീറോയുടെ യൂണിറ്റ് ഇനി നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു ഫോഴ്സ് ഈസ് ഈക്വൽ ടു കെയ്ക്ക് പകരം നമുക്കിനി 1/4π എപ്സൈലോൺ സീറോ എന്ന് കൊടുക്കാം. Q1 Q2 ബൈ
ആർ സ്ക്വയർ. എപ്സൈലോൺ സീറോയെ ഇവിടെ കൊണ്ടുപോയിട്ട് ഫോഴ്സിനെ താഴെ കൊണ്ടുവരാം. അപ്പോൾ എപ്സൈലോൺ സീറോ ഇസ് ഈക്വൽ ടു Q1 Q2 ബൈ 4 എപ്സൈലോൺ സീറോ ആർ സ്ക്വയർ. Q1 Q2ൻ്റെ യൂണിറ്റ് കൂളം സ്ക്വയർ പെർ ആർ സ്ക്വയറിൻ്റെത് സോറി ഇവിടെ ഫോഴ്സ് ആണ്. ആർ സ്ക്വയറിൻ്റെ മീറ്റർ സ്ക്വയർ എഫ് ന്യൂട്ടൺ. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അപ്പോൾ കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ്. ഇത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ കുളംസ് ലോ ജനറലായിട്ട് എഴുതുമ്പോൾ, അതായത് ഏതെങ്കിലും ഒരു മീഡിയത്തിന് കുളംസ് ലോ എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എഫ് ഈസ് ഈക്വൽ ടു 1/4 എപ്സൈലോൺ Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന്. പക്ഷെ അതേ ചാർജുകൾ തന്നെ ഫ്രീ സ്പേസിലോ വാക്വത്തിലോ മീഡിയത്തിലോ എയറിലോ ആണ് ഇരിക്കുന്നതെങ്കിൽ 1/4 എപ്സൈലോൺ നോട്ട് എന്ന് നമ്മൾ എഴുതണം. അതിനെ എങ്ങനെ വായിക്കുന്നത്? ചിലർ എപ്സൈലോൺ സീറോ എന്ന് വായിക്കും. കറക്റ്റ് വായിക്കേണ്ടത് എപ്സൈലോൺ നോട്ട് എന്നാണ് കേട്ടോ. താഴെ ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ നോട്ട് എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. NOTE അല്ല, NOUGHT നോട്ട് എന്നാണ് വായിക്കേണ്ടത്. എപ്സൈലോൺ നോട്ട്. ക്ലിയർ? അപ്പോൾ പെർമിറ്റിവിറ്റി എന്താണെന്നും ഫ്രീ സ്പേസിൻ്റെയും വാക്വത്തിൻ്റെയും പെർമിറ്റിവിറ്റി ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉള്ളവർ വേഗം ചോദിച്ചോ. ഡൗട്ട് ഉള്ളവർ ചോദിച്ചേ. ഡൗട്ട് ചോദിച്ചോ. അടുത്ത ഹെഡിങ് കൊടുത്തുകൊള്ളുക. ഞാൻ നോട്ട് പറഞ്ഞുതരാം. പെർമിറ്റിവിറ്റി എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എഴുതിക്കൊള്ളൂ. ഇറ്റ് ഈസ് ദി property of intervening medium. It is the property of intervening medium which determines the effect of electric force between two charged particles. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഇന്റർവീനിങ് മീഡിയം which determines the effect of electric force between two charged particles. രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, രണ്ടോ അതിലധികമോ പറയാം കേട്ടോ. ഞാനിപ്പോൾ ജനറലായിട്ട് രണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസിനിടയിലുള്ള ഇലക്ട്രിക് ഫോഴ്സിൻ്റെ എഫക്റ്റിനെ നിശ്ചയിക്കുന്ന മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അവിടെ പെർമിറ്റിവിറ്റി എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ആ ഡെഫിനിഷൻ നമുക്ക് അത്ര വലിയ പ്രാധാന്യമുള്ളതൊന്നും അല്ല. അവിടെ പെർമിറ്റിവിറ്റി എന്താണെന്നുള്ള കോൺസെപ്റ്റ് ആണ് ക്ലിയർ. ആ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇത്ര നേരം ഇരുന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ എഴുതിക്കോ. പെർമിറ്റിവിറ്റി ഈസ് അടുത്ത പോയിന്റ് ആണ്. പെർമിറ്റിവിറ്റി ഈസ് അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഈസ് എന്ന് എഴുതണ്ട. ആസ് പെർമിറ്റിവിറ്റി ഇൻക്രീസസ് force between two charges decreases as permittivity increases, force between two charges decreases. അത് എഴുതിയതിന് ശേഷം നിങ്ങൾ എഴുതണം permittivity is minimum for permittivity is denoted by എപ്സൈലോൺ. നമ്മൾ ഈ എഴുതുന്നൂട്ട് എഴുതേണ്ട ഗ്രീക്ക് ലെറ്റർ ആണ്. അതിനെ വിളിക്കുന്നത് എപ്സൈലോൺ. പെർമിറ്റിവിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ എപ്സൈലോൺ. അടുത്തത് നിങ്ങൾ അവിടെ നിന്ന് എഴുതണം. പെർമിറ്റിവിറ്റി ഈസ് മിനിമം ഫോർ vacuum or free space or
എയർ വിച്ച് ഇംപ്ലൈസ് പെർമിറ്റിവിറ്റി മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഈസ് മാക്സിമം in vacuum. Force is maximum between two charges in vacuum or free space. ഇവിടെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആലോചിച്ചോണം ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സാണ് കേട്ടോ. ഫോഴ്സ് ഈസ് മാക്സിമം ഇൻ വാക്വം ഓർ ഫ്രീ സ്പേസ് ഓർ എയർ. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഈസ് ഡിനോട്ടഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ദാണ്ട് ഈ ഓരോരോ പോയിന്റുകളും പറയുന്നതൊക്കെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഈസ് ഡിനോട്ടഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഈസ് ഡിനോട്ടഡ് ബൈ എപ്സൈലോൺ നോട്ട്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഈസ് ഡിനോട്ടഡ് ബൈ എപ്സൈലോൺ നോട്ട്. അതിനുശേഷം എപ്സൈലോൺ നോട്ടിൻ്റെ വില എഴുതിക്കോ. എപ്സൈലോൺ നോട്ട് ഈസ് ഈക്വൽ ടു 8.85 ഇൻറ്റു 10⁻⁻12 ന്യൂട്ടൺ 10⁻⁻12 ഇൻറ്റു കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അതത്ര എഴുതി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ താണ്ട ഇതൊന്ന് എഴുതിക്കോ. പെർമിറ്റിവിറ്റി ഈസ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്, force between two charges in free space. ഫ്രീ സ്പേസിലെ രണ്ട് ചാർജുകൾക്കിടയിൽ, ഈ ഫ്രീ സ്പേസ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ ആലോചിച്ചോണം വാക്വവും എയറും അവിടെ വരുന്നുണ്ട് കേട്ടോ. ഓർ വാക്വം ഓർ എയർ അവിടെ വരുന്നുണ്ട്, ഞാനത് എഴുതുന്നില്ലെങ്കിലും. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു, അതിനെ നമ്മൾ ഫ്രീ സ്പേസിലുള്ള പെർമിറ്റിവിറ്റിയെ E0 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത കൂട്ട് ഫ്രീ സ്പേസിലുള്ള രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിനെ F0 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. F0 ഈസ് ഈക്വൽ ടു 1/4πε0 K Q1 സോറി K പിന്നെ വരത്തില്ലല്ലോ, ഈ K നമ്മൾ 1/4πε0 എന്ന് വിളിച്ചത് കേട്ടോ. അപ്പോൾ 1/4πε0 Q1 Q2/r², where K is equal to 1/4πε0. അവിടെ K ആണ് 1/4πε0 എന്ന് വിളിച്ചത്. അതിൻ്റെ വില എത്ര ആയിരുന്നു? 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ. അപ്പോൾ കെയുടെ വില 9 × 10⁻⁹, ε0ൻ്റെ വില 8.85 × 10⁻⁻12. അത് തമ്മിലൊന്നും തിരിഞ്ഞു പോയത്. ഓക്കെ, ഇത്ര എഴുതിയല്ലോ. ഇനി അടുത്തത് ഇതിൻ്റെ ബാക്കി തന്നെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അടുത്ത പേജ് എടുക്കാതെ ഈ പേജിൽ തന്നെ എഴുതുന്നത്. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ ഫ്രീ സ്പേസ് ആയിരുന്നത്. ഇനി അടുത്തത് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ എനി അതർ മീഡിയം, ബാക്കി ഏതെങ്കിലും മീഡിയത്തിലുള്ള. അതിൻ്റെ അടുത്ത പോയിന്റാ, അതായത് പറഞ്ഞോ എവിടെയാണ്? അയ്യോ Q2. ഓക്കെ, ഫോഴ്സ് ബിറ്റ്വീൻ Q1 Q എന്ന് എഴുതിയാലും തെറ്റില്ല കേട്ടോ, കാരണം നമ്മളിവിടെ ചാർജിനെ ഒന്നും സ്പെസിഫൈ ചെയ്തില്ലല്ലോ. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് Q1 നമുക്ക് ഇഷ്ടമുള്ള എഴുതാം കേട്ടോ. ഇപ്പോൾ Q1 Q0 എന്ന് എഴുതിയാലോ, Q1 Q എന്ന് എഴുതിയാലോ തെറ്റ് പറയാനൊക്കത്തില്ല. പക്ഷേ നമ്മൾ ഇത്ര നേരം എഴുതിയ രീതി വെച്ച്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് Q1 Q2നെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ കുഴപ്പമില്ല. നിങ്ങളിങ്ങനെ തന്നെ എഴുതിക്കോ, Q1 Q2 എന്ന് എഴുതിക്കോ. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ എനി അതർ മീഡിയം, ബാക്കി ഏതെങ്കിലും ഒരു മീഡിയം കേട്ടോ. എനി അതർ മീഡിയം ഇൻ
എനി അതർ മീഡിയം അതിനെ നമുക്ക് ഫോഴ്സ് ഇൻ എനി മീഡിയത്തെ നമ്മൾ FM കൊണ്ട് ഡിനോട്ട് ചെയ്യുക. FM ഈസ് ഈക്വൽ ടു 1/4π എപ്സൈലോൺ. എപ്സൈലോണിനെ വേണമെങ്കിൽ എപ്സൈലോൺ എന്ന് എഴുതാതെ എപ്സൈലോൺ മീഡിയം എന്ന് എഴുതാം കേട്ടോ. ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എപ്സൈലോൺ M ഇൻറ്റു Q1 Q2 ബൈ R². Q1 Q2 ബൈ R². ഇനി നിങ്ങളിവിടെ നിന്ന് ആലോചിക്കേണ്ട കാര്യം, ഇവിടുന്ന് ഒരു നോട്ടാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം എപ്പോഴായിരിക്കും? ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ചാർജുകൾക്കിടയിൽ മാക്സിമം എന്ന് പറയുന്നത് അവ ഫ്രീ സ്പേസിൽ ഇരിക്കുമ്പോഴായിരിക്കും. അതായത് F0 എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു FM ആയിരിക്കും. F0 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു FM. ഇത് എഴുതണമെന്നില്ല, ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മീഡിയം എയറോ വാക്വമോ ആണെങ്കിൽ F0യോട് തുല്യം. മീഡിയം മറ്റേതാണേലും, അതായത് നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് വാട്ടർ ആകാം, അല്ലെങ്കിൽ പെട്രോളോ എയറോ, ബാക്കി ഏത് മീഡിയം ആയാലും എന്തായിരിക്കും? ആ ഫോഴ്സ് എന്ന് പറയുന്ന രണ്ട് ചാർജുകൾക്കിടയിൽ എപ്പോഴും കുറവായിരിക്കും. മക്കളെ ഒരു മിനിറ്റ്, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ആണല്ലോ, ഫ്രീ സ്പേസിൻ്റെ മീഡിയത്തിൻ്റെയൊക്കെ പെർമിറ്റിവിറ്റി എന്താണെന്നും പഠിച്ചു. നമ്മളിനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് കടക്കുക. ഓക്കെ, പറഞ്ഞോട്ടെ. അടുത്ത കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റിയാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി ε0 ഈസ് ഈക്വൽ ടു 8.85 ഇൻറ്റു 10⁻⁻12 കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്നാണ് പറഞ്ഞത്. അതേകൂട്ട് ഓരോ മീഡിയത്തിനും പെർമിറ്റിവിറ്റി ഉണ്ട്. ഉദാഹരണം വാട്ടറിനൊരു പെർമിറ്റിവിറ്റി ഉണ്ട്. വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് 7 ഇൻറ്റു 10⁻12 കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. അതേകൂട്ട് വേറെ ഏതെങ്കിലും ഒരു ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയത്തിന് ഒരു പെർമിറ്റിവിറ്റി ഉണ്ട് 3 ഇൻറ്റു 10⁻11 കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അങ്ങനെ പെട്രോളിനൊരു പെർമിറ്റിവിറ്റി കാണും, ഗ്ലാസിനൊരു പെർമിറ്റിവിറ്റി കാണും. ഗ്ലാസ് തന്നെ പല ടൈപ്പ് ഉണ്ട്, ആ ഓരോ ടൈപ്പ് ഗ്ലാസ്സിന് ഓരോ പെർമിറ്റിവിറ്റി കാണും. അങ്ങനെ അപ്പോൾ ധാരാളം ഓരോ മീഡിയത്തിനും വ്യത്യസ്ത പെർമിറ്റിവിറ്റികൾ കാണും. അപ്പോൾ ഇതെല്ലാം കൂടെ ഓർത്തിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ പെർമിറ്റിവിറ്റിയും കൂടെ കാണാതെ പഠിച്ചു വെക്കുന്നതിനൊക്കെ പകരമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ സിമ്പിളാക്കാനായിട്ട് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൂടെ സിമ്പിളാക്കാനായിട്ട് നമുക്ക് ആകെ അറിയാവുന്ന പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ആളുടെ പെർമിറ്റിവിറ്റിയാണ്. നമുക്ക് ഏറ്റവും നല്ലപോലെ അറിയാവുന്ന പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റിയാണ്. എന്താണത്? 8.85 ഇൻറ്റു 10⁻⁻12 കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇതാണ് നമുക്കറിയാവുന്ന പെർമിറ്റിവിറ്റി. ഈ പെർമിറ്റിവിറ്റിയോട് കമ്പയർ ചെയ്തുകൊണ്ട് മറ്റുള്ള മീഡിയങ്ങളുടെ പെർമിറ്റിവിറ്റി വിളിക്കും. അതിനെ നമ്മളൊരു പേര് വിളിക്കും, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഞാൻ പറഞ്ഞു ഏറ്റവും കുറവ് പെർമിറ്റിവിറ്റി ഉള്ള മീഡിയമാണ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് ഇദ്ദേഹത്തിനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെർമിറ്റിവിറ്റിയുടെ വിലയാണ് 8.85 ഇൻറ്റു 10⁻12 കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ആൾക്കാർക്കും ഇയാളെക്കാളും കൂടുതലാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ബാക്കി എല്ലാ മീഡിയത്തിനും ε0യേക്കാളും കൂടുതലാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുമെന്നറിയാവോ? ബാക്കി എല്ലാ മീഡിയത്തിൻ്റെയും പെർമിറ്റിവിറ്റിയെ ε0യുടെ എത്ര ടൈംസ് ആണ് ബാക്കി എല്ലാ മീഡിയത്തിൻ്റെയും പെർമിറ്റിവിറ്റി എന്ന് നോക്കും. ε0യുടെ, അതായത് ഈ മീഡിയത്തിൻ്റെ എത്ര ടൈംസ് ആണ്, ε0യുടെ എത്ര ടൈംസ് ആണ് ബാക്കിയുള്ള മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി. അതിനെ എങ്ങനെ എഴുതാം? ε0യുടെ ഇപ്പോൾ 2 ഇരട്ടിയാണെന്ന് കൂട്ടുക, വേറൊരു മീഡിയത്തിൻ്റെ 3 ഇരട്ടിയാണെന്ന് കൂട്ടുക, വേറൊരു മീഡിയത്തിൻ്റെ 4 ഇരട്ടിയാണെന്ന് കൂട്ടുക. അങ്ങനെ ഓരോ മീഡിയത്തിൻ്റെ ε0യുടെ എത്ര ഇരട്ടിയാണ് ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് നോക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി EM എന്ന് വിളിക്കുന്നു, അതിൻ്റെ പ്രോപ്പർട്ടി ε0യുടെ 2 ഇരട്ടിയാണെന്ന് കരുതുക. മറ്റേതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി ε0യുടെ 3 ഇരട്ടിയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതിയതാണ്ട് ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി.
റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യും ER കൊണ്ട്. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം ഈസ് ഈക്വൽ ടു റിലേറ്റീവ് പെർമിറ്റിവിറ്റി ടൈംസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അഥവാ നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എങ്ങനെ വിളിക്കാം? EM/E0. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് permittivity of medium to the permittivity of medium to the permittivity of free space. അപ്പോൾ എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അല്ലെങ്കിൽ ഫ്രീ സ്പേസിന്റെ എത്ര ഇരട്ടിയാണ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ആ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നുള്ളത്. ഇനി നിങ്ങൾ നോക്കിയേ, രണ്ട് ചാർജുകൾക്ക് ഫ്രീ സ്പേസിൽ ഇരിക്കുന്ന രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിനെ നമ്മൾ F0 കൊണ്ട് ഡിനോട്ട് ചെയ്യും. F0 ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/r² ആണല്ലോ. ഇതേ ചാർജുകൾ R എന്ന അകലത്തിൽ, ഇതേ ചാർജുകൾ Q1 Q2 എന്ന അതേ ചാർജുകൾ R എന്ന അകലത്തിൽ തന്നെ Q1 Q2 എന്ന അതേ ചാർജുകൾ R എന്ന അകലത്തിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ കൊണ്ടുവച്ചെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ FM ഈസ് ഈക്വൽ ടു 1/4πε0m Q1 Q2/r² ആയിരിക്കും അവർക്കിടയിലുള്ള ഫോഴ്സ്. ഇവരുടെ റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ചേ. F0 ഡിവൈഡഡ് ബൈ FM ഒന്ന് കണ്ടുപിടിച്ചേ. F0 ഡിവൈഡഡ് ബൈ FM എന്ന് പറയുമ്പോൾ അതാണ് ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. Q1 Q2 അത് രണ്ടും ക്യാൻസൽ ആയി പോകും. 1/4πയും 1/4πയും ക്യാൻസൽ ആയി പോകും. എപ്സൈലോൺ ന്യൂമറേറ്ററിൽ പോകും. അപ്പോൾ F0 ഡിവൈഡഡ് ബൈ FM എന്ന് പറയുന്നത് EM ഡിവൈഡഡ് ബൈ E0 എന്ന് വരും. ഈ ഡിവിഷനിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇത് ഡിവൈഡ് ചെയ്തതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. ഡിവൈഡ് ചെയ്തതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ട്. നോക്കിക്കോ, F0യെ ഡിവൈഡ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഞാൻ ആ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് എഴുതാം. F0 is equal to K അല്ല 1/4πε എന്ന് നമുക്ക് എഴുതണം. വീണ്ടും അങ്ങനെ 1/4πε Q1 Q2/r². അതേ ചാർജുകളെ അതേ അകലത്തിൽ മീഡിയത്തിൽ വെച്ചാൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് 1/4πεm Q1 Q2/r². F0 ഡിവൈഡഡ് ബൈ FM നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ ഡിവൈഡ് ചെയ്യണം. Q1 Q2/r² Q1 Q2/r² ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും കട്ടായി പോകും. പോയിട്ട് ബാക്കി അവിടെ ഉള്ളത് 1/4πε0 ഹോൾ ഡിവൈഡഡ് ബൈ 1/4πε0. 1/4πε0യും 1/4πε0യും ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി 1/ε0യും 1/ε മീഡിയവുമാണ് ബാക്കിയുള്ളത്. 1/ε0യും 1/ε മീഡിയവും 1/ε ഡിവൈഡഡ് ബൈ 1/ε മീഡിയം ഇവ രണ്ടുപേരുമാണ് ബാക്കിയുള്ളത്. ഇദ്ദേഹത്തെ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. രണ്ട് ഫ്രാക്ഷനുകൾ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ EM/1 ഇൻറ്റു 1/E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EM/E0 അല്ലേ? ഇപ്പോൾ മനസ്സിലായോ? F0/FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EM/E0 എന്ന് എങ്ങനെ എഴുതിയതെന്ന്. F0/FM എന്ന് പറയുന്നത് EM/E0 എന്ന് ഇപ്പോൾ മനസ്സിലായോ എങ്ങനെ എഴുതിയതെന്ന്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഡിവിഷൻ അങ്ങ് തുടയ്ക്കുക. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ EM/E0യെ നമുക്ക് എങ്ങനെ എഴുതാം?
F0/Fm എന്ന് എഴുതാം. EM/E0 നമുക്ക് എങ്ങനെ എഴുതാം? F0/Fm എന്നും എഴുതാം. EM/E0 നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ER എന്ന് പറയുന്നത് EM/E0 അപ്പോൾ EM/E0 നമുക്ക് എങ്ങനെ എഴുതാം? F0/Fm എന്ന് എഴുതാം. അതായത് EM/E0 is equal to F0/Fm. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ എനിക്ക് F0/Fm എന്ന് എഴുതാവോ? അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്, അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ രണ്ടാമത്തെ ഡെഫിനിഷനായി ഇറ്റ് ഈസ് ദ ratio of force between two charges in free space to the force between two charges in vacuum, in free space, to the force between two charges in medium എന്ന് പറയുമ്പോൾ ആരും ആകാം കേട്ടോ. ഫ്രീ സ്പേസും എയറും വാക്വവും ഒഴികെയുള്ള ബാക്കി ഏത് മീഡിയവും ആകാം. ഈ മീഡിയം എന്ന് ഉദ്ദേശിക്കുന്ന വാട്ടറോ പെട്രോളോ കെറോസിനോ ബാക്കി ഏത് ഗ്ലാസോ ഏത് മീഡിയം വേണമെങ്കിലും ആകാം. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് മറ്റൊരു ഡെഫിനിഷൻ എങ്ങനെ എഴുതി? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ ഫ്രീ സ്പേസ് ടു ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ ഫ്രീ സ്പേസ് ടു ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ മീഡിയം. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് ഈ രണ്ട് ഡെഫിനിഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമുക്ക് ആകെ മൊത്തത്തിൽ എങ്ങനെ എഴുതാം? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു EM/E0 which is equal to F0/Fm. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു EM/E0 which is equal to F0/Fm. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ എഴുതിക്കോണം. പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം ഈസ് ഈക്വൽ ടു E0/ER. പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം ഈസ് ഈക്വൽ ടു E0/ER. permittivity of any medium is equal to epsilon 0 times epsilon r. ഇത് ഇത്ര നോട്ട് ചെയ്തോ? ER is equal to F0 divided by Fm എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ER is equal to, അതാണ്ട് ഇവിടെ നിന്ന് ER is equal to F0 divided by Fm എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Fm is equal to F0 divided by ER എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഫോഴ്സ് ബിറ്റ്വീൻ ടു മീഡിയം, force between two charges in medium, two charges in any medium is 1/ER times. നോക്കിയേ, 1/ER അല്ലയോ F0/ER, 1/ER times force between the charges in the charges in vacuum എന്ന് പറഞ്ഞൂടെ? വാക്വം അല്ലെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് ഇൻ ഫ്രീ സ്പേസ് എന്ന് പറയാമല്ലോ. അതായത് രണ്ട് ചാർജുകൾക്ക് ഏതെങ്കിലും ഒരു മീഡിയത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അത് ആ രണ്ട് ചാർജുകൾ അതേ അകലത്തിൽ വാക്വത്തിലിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ 1/ER ടൈംസ് ആയിരിക്കും. രണ്ട് ചാർജുകൾ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതേ ചാർജുകൾ വാക്വത്തിൽ ഇരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ 1/ER ടൈംസ് ആയിരിക്കും. നോട്ട് ചെയ്തോ? അതും കൂടെ നോട്ട് ചെയ്തോ? ആദ്യമേ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന ഹെഡിങ് കൊടുക്കണം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന ഹെഡിങ് കൊടുത്തതിന് ശേഷം വേണ്ട ഈ ഇക്വേഷൻ എഴുതണം. ER is equal to EM divided by F0/Fm. അതിനുശേഷം ഈ രണ്ട് ഡെഫിനിഷനുകൾ എഴുതുക. അതിനുശേഷം വേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും എഴുതുക. ഇനി നിങ്ങൾ ഈ രണ്ട് ഡെഫിനിഷൻ എഴുതിയിട്ട് ഈ ഇക്വേഷൻ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്ന് നോട്ട് ചെയ്യ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുളംസ് ലോ കഴിഞ്ഞ് പെർമിറ്റിവിറ്റി എന്താണെന്നും പഠിച്ചു, കുളംസ് ലോയുടെ വെക്ടർ ഫോമും പഠിച്ചു. നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ഇത്ര നേരം നമ്മൾ കുളംസ് ലോയ്ക്കകത്തിൽ പഠിച്ചത് രണ്ട് ചാർജുകൾ, അതായത് Q1
Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ വരുമ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ പറ്റിയായിരുന്നു. Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ മാത്രമുള്ളപ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ രണ്ട് ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ആണെന്ന് നമ്മൾ ഇത്ര നേരം പഠിച്ചു. ഇനി രണ്ടിലധികം ചാർജുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്നാലോ? രണ്ടിലധികം ചാർജുകൾ ഒരേ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് വന്നാൽ എന്തോ ചെയ്യും? നോക്കിക്കോ, ഇപ്പം നോക്കിക്കോ. ഇവിടെ ഒരു Q1 ഇവിടെ ഇരിക്കുന്നു, ഒരു Q2 ഇവിടെ ഇരിക്കുന്നു, ഒരു Q3 ഇവിടെ ഇരിക്കുന്നു, ഒരു Q4 ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ ധാരാളം ചാർജുകൾ എക്സെട്രാ Q1, അങ്ങനെ ധാരാളം ചാർജുകൾ എക്സെട്രാ Q1 ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചാർജുകൾ മൂലം, അതായത് Q1 Q2 Q3 Q4 എക്സെട്രാ Q1 എന്ന് പറയുന്ന ഈ ചാർജുകൾ മൂലം ആണ്ട് ഈ Q0 എന്ന് പറയുന്ന ചാർജിൽ ആകെ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുക? ആദ്യമേ Q2വിനെ കൺസിഡർ ചെയ്യുക. ആദ്യം Q2 എന്ന് പറയുന്ന ചാർജിനെ കൺസിഡർ ചെയ്യുക. ആ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ചാർജുകളെല്ലാം ആബ്സെന്റ് ആണെന്ന് കരുതുക. അപ്പോൾ ഈ Q2 എന്ന ചാർജ് മൂലം Q0ൽ അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കുമല്ലോ. ആ ഫോഴ്സിനെ ഞാൻ F2 എന്നങ്ങ് വിളിക്കുക കേട്ടോ, F2 എന്ന് വിളിക്കുക. അതിനുശേഷം Q1 എന്ന ചാർജ് കൺസിഡർ ചെയ്യുക. ഈ Q1 എന്ന ചാർജ് മൂലം Q0 എന്ന് പറയുന്ന ചാർജിനുണ്ടാകുന്ന ഫോഴ്സ്, ഈ Q1 എന്ന് പറയുന്ന ചാർജ് മൂലം Q0 എന്ന് പറയുന്ന ചാർജിലുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നതാണ്ട് ഈ ഡയറക്ഷനിലായിരിക്കുമല്ലോ. ആ ഫോഴ്സിനെ ഞാൻ F1 എന്ന് വിളിക്കുന്നു. ഇതെല്ലാം വെക്ടറാ കേട്ടോ, ഫോഴ്സുകളെല്ലാം വെക്ടറാ, ഡയറക്ഷൻ ഉണ്ടേ. അപ്പോൾ Q1 എന്ന ചാർജ് മൂലം Q0ൽ ഉണ്ടാകുന്ന ഫോഴ്സ് F1, അത് ഈ ഡയറക്ഷനിലായിരിക്കും. Q3 മൂലം ഉണ്ടാകുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. Q4 മൂലം ഈ ഡയറക്ഷനിലുണ്ടാകും, എക്സെട്ര. ഓരോ ചാർജുകൾ മൂലം ഉണ്ടായ അതിനുശേഷം എക്സെട്ര Qn എന്ന് പറയുന്ന ഈ ചാർജ് മൂലം Qn മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈ Q0 എന്ന് പറയുന്ന ചാർജിൽ ആകെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന് അല്ലെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഓരോ ചാർജുകൾ മൂലവും Q1 Q2 Q3 എക്സെട്ര അങ്ങനെയുള്ള ഓരോ ചാർജുകൾ മൂലവും Q0ൽ എത്ര ഫോഴ്സാണ് അനുഭവപ്പെടുന്നത്, ആ ഫോഴ്സുകളുടെ എല്ലാം കൂടി വെക്ടർ സം ആയിരിക്കും Q0 ആകെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. Q0 എന്ന് പറയുന്ന ചാർജ് ആകെ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ ഞാൻ വെക്ടർ F എന്ന് വിളിക്കുകയാണെങ്കിൽ, ആ വെക്ടർ F എന്ന് പറയുന്നത് ഈ വെക്ടർ F1 മൂലവും വെക്ടർ F2 മൂലവും വെക്ടർ F3 മൂലവും വെക്ടർ F3 ഈ ഫോഴ്സ് മൂലവും F4 മൂലവും എക്സെട്ര Fn വരെയുള്ള ചാർജുകളുടെ വെക്ടർ അഡീഷൻ ആയിരിക്കും. എങ്ങനെയായിരിക്കും? വെക്ടർ അഡീഷൻ ആയിരിക്കും F എന്ന് പറയുന്ന ഫോഴ്സിന്റെ ആകെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് തരുന്നത്. അപ്പോൾ F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് എക്സെട്ര പ്ലസ് Fn ആയിരിക്കും നമുക്ക് Q0 എന്ന് പറയുന്ന ചാർജിൽ ആകെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. Q0 എന്ന് പറയുന്ന ചാർജിൽ ആകെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വെക്ടർ F1 പ്ലസ് വെക്ടർ F2 പ്ലസ് വെക്ടർ F3 പ്ലസ് എക്സെട്ര പ്ലസ് Fn ആയിരിക്കും Q0 എന്ന് പറയുന്ന ചാർജ് ആകെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ Q0 എന്ന് പറയുന്ന ചാർജ് ആകെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ബാക്കി ഓരോ ചാർജുകൾ മൂലവും അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ വെക്ടർ സം ആയിരിക്കും. അപ്പോൾ Q0 ആകെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്താണ്? The total force acting on any charge. ഇവിടെ Q0 എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും എനി ചാർജ് ആകട്ടോ, ഏത് ചാർജിനെ എടുത്താൽ the total force acting on any charge is equal to the vector sum of all the forces acting on that charge, due to other charges, all the forces acting on that charges. Q0 എന്ന് പറയുന്ന ചാർജിൽ ആകെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാർജുകൾ മൂലം
ക്യൂ നോട്ട് എന്ന ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകളുടെ എല്ലാം കൂടെ വെക്ടർ സം ആയിരിക്കും. ചാർജസ് ഡ്യൂ ടു അതർ ചാർജസ്, മറ്റുള്ള ചാർജുകൾ മൂലം ക്യൂ നോട്ട് എന്ന ചാർജിൽ, ഇവിടെ നമ്മുടെ കണ്ടക്സിൽ ക്യൂ നോട്ട് എന്ന ചാർജിൽ മറ്റുള്ള ചാർജുകൾ മൂലം അനുഭവപ്പെടുന്ന ഫോഴ്സുകളുടെ വെക്ടർ സം ആയിരിക്കും ക്യൂ നോട്ടിൽ ആകെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. എഴുതിക്കോ. ഇതിന് നമ്മളൊരു പേര് പറയും കേട്ടോ. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത് മനസ്സിലായോ? അപ്പോൾ വാട്ട് ഈസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? ദ ടോട്ടൽ ഫോഴ്സ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ബിറ്റ്വീൻ സൂപ്പർ പൊസിഷൻ ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ multiple charges. The total force acting on any charge is equal to the vector sum of all the forces acting on that charge due to other charges. ആദ്യമേ ഡെഫിനിഷൻ എഴുതുക, അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പടം വരയ്ക്കുക, ഫോഴ്സ് വെക്ടർ സം ആണെന്ന് കാണിക്കുക. Is that clear? Is that clear? Is that clear? Okay.